നമസ്കാരം. ബിസിനസ് പോയിന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു വീട്ടിൽ തന്നെ തുടങ്ങാവുന്ന ചെറിയ മൂലധനം മാത്രം ആവശ്യമുള്ള കുറച്ച് സംരംഭങ്ങളാണ്. അത്തരം സംരംഭങ്ങൾ നമുക്ക് വീടിന്റെ പ്രിമൈസസിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു പ്രത്യേക സ്ഥലത്തിലോ വെച്ചിട്ട് നമുക്ക് തുടങ്ങാവുന്ന വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാവുന്ന ചില സംരംഭങ്ങളാണ്. അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെറിയ അഡീഷണൽ വരുമാനം കൊണ്ടുവരികയും നമ്മുടെ സമയത്തിന്റെ ഒരു ചെറിയ ശതമാനം നമ്മൾ ഈ പറയുന്ന ബിസിനസ്സിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദിവസേന കുറച്ചധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അത്തരം ചില സംരംഭങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അത്തരം സംരംഭങ്ങളിൽ ഒന്നാണ് നമ്മുടെ വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ വെച്ച് ചെയ്യാവുന്ന ചെറിയ സംരംഭങ്ങളാണ്. നമുക്കൊരു ചെറിയൊരു പൾവറൈസർ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ചെറിയൊരു 3 HP അല്ലെങ്കിൽ 5 HP പവറിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സംരംഭമാണ് നമ്മുടെ കറി പൗഡർ യൂണിറ്റുകൾ. എന്നാൽ ഇത്തരം കറി പൗഡർ യൂണിറ്റുകൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മുളക് അല്ലെങ്കിൽ മല്ലി എന്നിവ വാങ്ങി കഴുകി ഉണങ്ങിയതിന് ശേഷം ഈ പറയുന്ന പൾവറൈസറിൽ പൊടിയാക്കി നമ്മൾ ചെറിയൊരു പാക്കിംഗ് മെഷീന്റെ സഹായത്തോടുകൂടി പാക്ക് ചെയ്ത് നമ്മുടെ ചുറ്റുപാടുള്ള വീടുകളിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർക്ക് നമ്മുടെ യൂണിറ്റിൽ വന്ന് ഈ പറയുന്ന ഇത്തരം കറി പൗഡറുകൾ വാങ്ങുവാനുള്ള കൂടുതൽ താല്പര്യമായിരിക്കും നമുക്ക് അവരിലേക്ക് ഉണ്ടാവുക. നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നമുക്ക് ഇതിന് വേണ്ടി വരിക. എന്നാൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു മുറിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനോ നമ്പർ ഇട്ടുകൊണ്ട് നമുക്ക് ഇതിന് വേണമെങ്കിൽ ലൈസൻസ് സമ്പാദിക്കാൻ അല്ലെങ്കിൽ വ്യവസായ വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലോണ്, സബ്സിഡി ഇങ്ങനെയുള്ള സപ്പോർട്ടുകളും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഇത്തരം ചെറിയ സംരംഭങ്ങളാണ് ഈ പറയുന്ന കറി പൗഡർ യൂണിറ്റുകൾ. അതേപോലെ തന്നെ നമുക്ക് അരിപ്പൊടി, ഇത്തരം പൊടികൾ വർഗ്ഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. എന്നാൽ ഇത്തരം പൊടികൾ ഉണ്ടാക്കുകയും നമുക്ക് അതിനെ അരിപ്പൊടിയാട്ടോ പുട്ടുപൊടിയാട്ടോ അല്ലെങ്കിൽ ദോശപ്പൊടിയാട്ടോ ഒക്കെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇത്തരം ബിസിനസ്സുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു വീട്ടിൽ വെച്ച് തുടങ്ങാവുന്ന ചെറിയ മറ്റൊരു സംരംഭമാണ് നമ്മൾ കൊപ്ര എടുത്തതിന് ശേഷം എണ്ണയാട്ടി കൊടുക്കുന്ന സംരംഭങ്ങൾ. ഇത്തരം നമുക്കൊരു ഓയിൽ എക്സ്പെല്ലറോ അല്ലെങ്കിൽ ചെറിയ ചക്കോ എടുത്തുകൊണ്ട് ഇത്തരം യൂണിറ്റുകൾ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തിലോ തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. ചെറിയൊരു ഷെഡ് അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ തന്നെ ഒരു മുറിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാർ പോർച്ചോ കെട്ടിയടച്ച് നമുക്കൊരു മുറിയായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു യൂണിറ്റാണ് ഇത്തരം സംരംഭങ്ങൾ. നമ്മുടെ നാട്ടിൽ നിന്നുള്ള തേങ്ങ എടുത്ത് ഉണങ്ങി കൊപ്രയാക്കുകയോ അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ കൊപ്ര വാങ്ങാൻ കിട്ടും. ഇന്നിപ്പോൾ മാർക്കറ്റിലെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 100 രൂപ ആ റേഞ്ചിൽ നമുക്ക് 1 കിലോ കൊപ്ര കിട്ടുകയും അങ്ങനെ കൊപ്ര ആട്ടുമ്പോൾ നമുക്ക് അതിന്റെ ഒരു 60% 70% വരെ നമുക്ക് എണ്ണയാക്കി കിട്ടുകയും ചെയ്യും. എന്നാൽ ഈ പറയുന്ന ഇത്തരം ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടിൽ ഒരല്പം കൂടെ റേറ്റ് വാങ്ങിക്കൊണ്ട് നമുക്ക് ഈ പറയുന്ന പ്രോഡക്റ്റുകൾ കൊടുക്കാൻ പറ്റും. ഒരു 10, 20, 30 രൂപ ഒരു കിലോയുടെ പുറത്ത് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടിൽ വില കൂടുതലിൽ നമുക്ക് വിൽക്കാൻ കഴിയുന്ന പ്രോഡക്റ്റുകളാണ്. കാരണം നമ്മളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കസ്റ്റമർക്ക് ബോധ്യപ്പെടുത്തുകയും അത്തരം ക്വാളിറ്റി ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ സംരംഭത്തിലേക്ക് വന്ന് ഈ പറയുന്ന പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇത്തരം യൂണിറ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഭക്ഷണ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം സംരംഭങ്ങൾ കൂടി ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണ സംസ്കാരങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെറിയ വരുമാനം കൊണ്ടുതരാൻ പറ്റുന്ന മറ്റൊരു യൂണിറ്റാണ് പേപ്പർ പ്ലേറ്റിന്റെ യൂണിറ്റുകൾ. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു സിംഗിൾ ഫേസ് കറണ്ട് മൂലം പ്രവർത്തിപ്പിക്കാവുന്ന ഒരു മെഷീനറിയാണ് ഈ പേപ്പർ പ്ലേറ്റിന്റെ യൂണിറ്റുകൾ. നമുക്ക് അതിന് വേണ്ടുന്ന പേപ്പറുകൾ നമുക്ക് പേപ്പർ സ്ലൈഡുകളായിട്ട് ലഭിക്കുകയും ഈ മെഷീനറിയുടെ സഹായത്തോടുകൂടി ഹൈഡ്രോളിക്കലി ഇത് പ്രസ് ചെയ്യുകയും കട്ട് ചെയ്ത് ഈ പറയുന്ന പ്ലേറ്റിന്റെ ഷേപ്പിൽ അത് സ്ക്വയർ ആയിട്ടോ അല്ല റൗണ്ട് ആയിട്ടുള്ള പ്ലേറ്റുകളായി നമുക്ക് ഇതിന്റെ ഷേപ്പ് കട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ഡൈക്കകത്തേക്ക് വെച്ച് ഒരു 4, 5, 10 ഷീറ്റ് വീതം നമുക്ക് ഒരുമിച്ച് വെച്ച് പ്രസ് ചെയ്ത് നമുക്ക് പേപ്പർ പ്ലേറ്റുകളായിട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇത്തരം പേപ്പർ പ്ലേറ്റുകളെ നമുക്ക് പാക്ക് ചെയ്തിട്ട് ഹോൾസെയിലായിട്ടോ അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസുകാർക്കോ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇതിനെ വിൽക്കുകയും അതിൽ നിന്ന് നമുക്ക് ഡെയിലി ഒരു 1000 രൂപ 1500 രൂപ വരെ വരുമാനം കണ്ടെത്താവുന്നതുമായിട്ടുള്ള യൂണിറ്റുകളാണ് പേപ്പർ പ്ലേറ്റിന്റെ യൂണിറ്റുകൾ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ലോണുകളും അല്ലെങ്കിൽ സബ്സിഡിയും ഒക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിൽ വെച്ച് ചെയ്യാവുന്ന മറ്റൊരു സംരംഭമാണ് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്ന ചെറിയ സംരംഭമാണ് ചിപ്സ് മേക്കിംഗ് യൂണിറ്റുകൾ. ഈ ചിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന നേന്ത്രക്കായയുടെ ചിപ്സ്, അതേപോലെ തന്നെ നേന്ത്രപ്പഴത്തിന്റെ ചിപ്സ്, അതേപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സ്, ഇങ്ങനെയുള്ള നിരവധി ചിപ്സുകൾ നമുക്കൊരു ചിപ്സ് മേക്കിംഗ് മെഷീൻ അതിന്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് ഇത്തരം
സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്നതാണ്. ഒരു ചിപ്സ് മേക്കിംഗ് യൂണിറ്റ് തുടങ്ങുന്നതിന് നമുക്ക് ഏകദേശം ഒരു 50,000 രൂപയിൽ താഴെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായ ഒരു യൂണിറ്റ് ആണ് ചിപ്സ് മേക്കിംഗ് യൂണിറ്റ്. അതേപോലെ നമ്മൾ ഒരു പേപ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപയിൽ താഴെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്കൊരു പേപ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ മെഷീനറി കോസ്റ്റ് അത്രയും തന്നെ ആയിരിക്കും നമുക്ക് വരിക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വെളിച്ചെണ്ണയുടെ യൂണിറ്റ്, എക്സ്പെല്ലറിന്റെ യൂണിറ്റ് നമുക്ക് ആൾമോസ്റ്റ് ഒരു 2 ലക്ഷം രൂപയുടെ റേഞ്ചിലായിരിക്കും നമുക്ക് അതിന്റെ കോസ്റ്റ് വരും. എക്സ്പെല്ലർ എടുക്കണം, ഒരു 5 സ്പീഡ് എക്സ്പെല്ലർ എടുക്കണമെങ്കിൽ ആൾമോസ്റ്റ് ഈ ഒരു കോസ്റ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാവുന്ന ധാരാളം യൂണിറ്റുകൾ. അതേപോലെ തന്നെ നമുക്ക് ചോക്കിന്റെ യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ചെറിയ ഡൈ മേടിച്ചിട്ട് മാനുവലായിട്ടോ അല്ല മെഷീനറി സഹായത്തോടെ 50,000 രൂപ 60,000 രൂപ സഹായത്തിൽ മെഷീനറി സഹായത്തോടുകൂടിയിട്ട് നമുക്ക് ഈ പറയുന്ന ചോക്കുകൾ, ഈ ഇത്തരം സംരംഭങ്ങളുടെ പ്രത്യേകത ചോക്കിന്റെ ഡിമാൻഡ് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. നമ്മുടെ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും ഈ പറയുന്ന ചോക്കിന്റെ നിർമ്മാണം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന, നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന 2-3 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് ചോക്കിന്റെ നിർമ്മാണം. A4 പേപ്പറിന്റെ യൂണിറ്റുകൾ നമുക്ക് അതേപോലെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് 2.25 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് A4 പേപ്പറിന്റെ നിർമ്മാണം നമുക്ക് വീടുകളിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത്തരം നമുക്ക് പേപ്പറുകൾ വരുന്നത് റീലായിട്ട് നമുക്ക് പേപ്പറുകൾ വരികയും പേപ്പറുകളെ പോയി കട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെയുള്ള ഷീറ്റുകളായിട്ട് കട്ട് ചെയ്യുന്ന മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത്തരം മെഷീനുകളിൽ A4 ആയിട്ടും A3 ആയിട്ടും കട്ട് ചെയ്യുന്ന പേപ്പറുകളെ എടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള പേപ്പർ മാർക്കറ്റുകളിലും സ്റ്റോറുകളിലും സ്കൂളുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെ മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അലൂമിനിയം ഫോയിൽ സ്ക്രബ്ബറുകൾ നമുക്ക് ഇത്തരം മെഷീനുകളിൽ ചെയ്യാവുന്ന യൂണിറ്റുകളാണ്. അതേപോലെ തന്നെ നമുക്ക് വയറിന്റെ ഇൻസുലേഷൻ കളഞ്ഞുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കോപ്പറിനെ റിമൂവ് ചെയ്തെടുക്കാവുന്ന യൂണിറ്റുകൾ. ഇങ്ങനെയായ നിരവധി യൂണിറ്റുകൾ നമ്മുടെ വീട്ടുകളിൽ ചെയ്യാവുന്ന. ഇത്ര യൂണിറ്റുകളെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിലുകളായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സമീപത്ത് തന്നെയുള്ള ഇൻഡസ്ട്രിയൽ വ്യവസായ വികസന ഓഫീസറുമായി സമീപിച്ചു കഴിഞ്ഞാൽ ഇത്തരം യൂണിറ്റുകളുടെ ഡീറ്റെയിലുകൾ കിട്ടുന്നതാണ്. നമുക്ക് എല്ലാ ജില്ലകളിലും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രോജക്റ്റുകൾ നമുക്ക് അറിയാവുന്നതാണ്. ഇതേപോലെയുള്ള കൂടുതൽ മിഷനറികളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിലുകളും ഇത്തരം യൂണിറ്റുകളുടെ കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതിന്റെ പ്രോജക്റ്റ് ഡീറ്റെയിൽസുകളും മിഷനറിയുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൂടുതലായി വാട്സപ്പിലും അല്ലാതെയും നമുക്ക് ഡീറ്റെയിലുകൾ അവൈൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.